ഗേസ് പിന്നെ നമ്മുടെ പാനൂർ ടൗണാണ് ഗേസ്. പാനൂർ ടൗൺ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ ചൊക്ലിയിലേക്ക് പോവുകയാണ് ഗേസ്. പാനൂർ ടൗണിൽ നിന്ന് ചൊക്ലിയിലേക്കുള്ള യാത്രയാണ് ഗേസ്. പാനൂർ ടു ചൊക്ലി. നല്ല മഴയായിരുന്നു രാവിലെ മുതലേ, ഇന്ന് രാത്രി മുതലേ പെയ്യുന്ന മഴ. നല്ല മഴയായിരുന്നു, ഇഷ്ടംവിട്ട മഴയായിരുന്നു. ഇപ്പോൾ ലേശം ഒരു ചോർച്ചയുണ്ട്. ഏകദേശം ഇപ്പോൾ 12 മണി ആകാനായി. ഇപ്പോൾ മഴ പെയ്തിട്ട് ഒരു ചോർച്ച, എന്നാലും പെയ്യും, മഴ ഇനിയും പെയ്യും. കേരളല്ലേ നമ്മളെ കുലുങ്ങുമ്പം ക്യാമറ തിരിഞ്ഞു പോകുന്നു. ഈ സ്കൂളിൻ്റെ മതിലാണ് ഇന്ന് ഇടിഞ്ഞ കേട്ടോ. ഇവിടെ ഒരു സ്കൂളുണ്ട്, അതിൻ്റെ സൈഡിലത്തെ മതിൽ ഇടിഞ്ഞിട്ടുണ്ട് രാവിലെ. അവിടെ അത് നന്നാക്കണേ. വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിലുണ്ട് റെഡ് അലേർട്ട് ഒന്നും. പക്ഷേ നല്ല മഴ പെയ്തു രാവിലെ. വൈകുന്നേരം അതുപോലെ തന്നെ ഉണ്ടാവും, ചാൻസ് ഉണ്ട്. അവിടെയെല്ലാം മരം വീണാണ്ട, മരം കൊത്തിയിട്ടത് അല്ല, KCB-ക്കാർ കൊത്തിയിട്ടേ. സോറി. ഇവിടെ ഈ ടേണിങ്ങിൽ വേറെ പ്രശ്നം തറിയാം. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് കാണുമ്പോൾ ആൾക്കാർ ഈ ടേണിങ്ങിൽ, ഇതൊരു അപകടം പിടിച്ച സ്ഥലം കേട്ടാ, ടേണിങ്ങിൽ വെള്ളക്കെട്ട് കാണുമ്പോൾ വെട്ടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടുള്ള വണ്ടിയെ കണ്ടാൽ ശ്രദ്ധിക്കണേ. അങ്ങനെ ഉണ്ട് ഇവിടെ ഒരു പ്രശ്നം. നമ്മളെ പ്രശസ്തമായ പൂക്കോം മീൻ മാർക്കറ്റ് ആണ് ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത്. പൂക്കോം ടൗണ് ഇരിക്കുകയാണ്. ടൗണാണ് ഗൈസ്, ഹോം ടൗണാണ് ഗൈസ്. ഇവിടുന്ന്
വലത്തോട്ട് പോയി ഇടത്തോട്ട് കോഴിക്കോട് നല്ല ഏരിയാണല്ലേ കുഞ്ഞിപ്പള്ളി. ഈ റോഡ് നേരെ ചെന്ന് എത്തുന്നത് NH-ലേക്കാണ്. നേരെ മേക്കുന്ന് മോന്താല് വഴി നേരെ കുഞ്ഞിപ്പള്ളി, വടകരക്ക് പോകുന്ന കോഴിക്കോട് NH, കണ്ണൂർ കോഴിക്കോട് റോഡിലേക്കാണ് ഈ റോഡ് നേരെ എത്തിച്ചത്. ക്യാമറകൾ അതാണ് പ്രശ്നം, ഈ കുണ്ടിത്തുള്ളുമ്പോൾ. ഇതാണ് ഗൈസ് പ്രശസ്തമായ നാസ്കോ സൂപ്പർ മാർക്കറ്റ്. Right. This is city of Veliandi. റോഡിൻ്റെ അവസ്ഥ ഇതൊരു നല്ല മഴക്കുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. നേരത്തെ പെയ്ത പോലെ പകല് രാവിലെ പെയ്ത മഴ പോലത്തെ ഒരു മഴക്ക് ചാൻസസ് ഉണ്ട്. ഏതാ മഴ രാവിലെ പെയ്തത്. ഇതാണ് കീമാടം, സിറ്റി ഓഫ് കീമാടം. ഞാൻ ഇവിടുന്ന് നേരെ നമ്മുടെ കാഞ്ഞിരത്തെങ്കി ലക്ഷ്യമാക്കി പോവുകയാണെങ്കിൽ വെള്ളം ഇവിടെ കുണ്ടേടിയുള്ളതെന്നൊരു പ്രത്യേകത. അതാണ് ഈ വെള്ളമുള്ള സ്ഥലത്തോട് ഓടിക്കുമ്പോൾ വളരെ സ്ലോയിൽ ഓടിച്ചാൽ ഇതിലെ കുണ്ടുകൾ നിറഞ്ഞിരിക്കില്ല പോലെ. റോഡും തോടെല്ലാം ആയ സ്ഥലമാണ്. റോഡ് പോയിന് ഓട്ടോറിക്ഷ പോയ പോലെ പോകും. കുണ്ടിലൂടെ പോയായിരിക്കും. ഇതെല്ലാം കുണ്ടുണ്ട് കേട്ടോ. തെറിപ്പിക്കല്ലേ.
അർജൻറ്റീന ഫാൻസ് ഇപ്പം സെറ്റായിട്ടുണ്ടല്ലോ, ബാക്കിയെല്ലാം കീറിന് കേട്ടാ. റൊണാൾഡോൻ്റെ മറ്റേ ഫോട്ടോ കീറി കഴിഞ്ഞില്ലേ, ഫ്ലക്സ് എല്ലാം കീറി. ഇനിയിപ്പം അർജൻറ്റീൻ്റെ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ജയിച്ച് ഒന്നും പറയണ്ടേ. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യെസ്, ഇതാണ് കുറ്റിയിൽ പീടിക എന്ന ഒരു സിറ്റി ഓഫ് കുറ്റിയിൽ പീടിക. ഈ എന്തിനാന്ന് ബൾബ് ഇപ്പം കത്തുന്ന ട്യൂബൊന്ന് ഓഫാക്കിക്കൂടെ ചങ്ങായിമാർക്കല്ലേ? വെറുതെ കറണ്ട് പകൽ ഓഫാക്കിക്കൂടെ? ഇതെല്ലാം ഇങ്ങനെ കത്തിക്കിടക്കുന്നു. എന്താ ചെയ്യുക, KSEBിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ. പകൽ ഓഫാക്കിക്കൂടി, ഇത് എല്ലാവരുടെയും കത്തുന്നുണ്ടല്ലോ. KSEBിൻ്റെ ഒരു കാര്യം ആലോചിക്കട്ടെ. പകൽ 10:35 ഉള്ള ലൈറ്റെല്ലാം കത്ത് കേട്ടാ. ലൈറ്റെല്ലാം കത്തി കിടക്കണം. എന്താ ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ? അത് ഓഫാക്കി കൂടെ അവർക്ക് പകൽ കണ്ടില്ല, എല്ലാം കത്താണ്. ലൈറ്റ് കത്തിക്കിടക്കുന്ന കേസ് അവർക്കിത് ഓഫാക്കി കൂടെ? സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട് നിങ്ങൾ പകൽ 10:30. അത് അവർ ഓഫാക്കാൻ മറന്നു പോയതായിരിക്കും അല്ലേ? അയ്യാ, ബ്രസീൽ പോയി, പോർച്ചുഗൽ പോയി, ഇനി അർജൻറ്റീന കൂടി മാത്രം ബാലൻസ്. അത് മാത്രം അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്, ബാക്കിയെല്ലാം പോയി. അങ്ങനെ നമ്മുടെ ചൊക്ലിയുടെ ടൗണിൻ്റെ ഏകദേശം അടുത്തെത്താനായി. ഇതാണ് ചൊക്ലി പോലീസ് സ്റ്റേഷൻ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ദ സിറ്റി ഓഫ് കാഞ്ഞിരത്തിന് കീഴ്. ഓ മോനെ, ചൊക്ലി ടൗണിലേക്ക് എൻ്റർ ചെയ്ത് ഗൈസ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ചൊക്ലി ടൗൺ, എൻ്റെ സ്വന്തം നാട്. ചൊക്ലി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ
തലശ്ശേരി നാദാപുരത്തിനും തലശ്ശേരിക്കിടയിലുള്ള ഒരു വലിയ ടൗൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സംസ്ഥാനത്താണ് ഈ ചോക്കിൾ ടൗൺ ഉള്ളത്. അതാണ് ഈ ചോക്കിൾ ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന് കേരള സ്റ്റേറ്റ്, ഒന്ന് പോണ്ടിച്ചേരി സ്റ്റേറ്റ്. 2 സംസ്ഥാനങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വലത്തുഭാഗത്ത് കാണുന്നതെല്ലാം കേരള സ്റ്റേറ്റും ഇടത്ത് ഭാഗത്ത് നിന്ന് കാണുന്നതെല്ലാം പോണ്ടിച്ചേരി സ്റ്റേറ്റുമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ 2 നിയമങ്ങളല്ല കുറേ. പെട്രോൾ നിങ്ങൾക്കറിയാം വില കുറവായിരിക്കും, 10 റുപ്യേൻ്റെ വ്യത്യാസമുണ്ട് പെട്രോളിൽ ഡീസലിലും എല്ലാം. പിന്നെ അതേപോലെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 2 രജിസ്ട്രേഷൻ നമ്പറാണ് ഈ ഏരിയയിലുള്ളത്. ഒന്ന് KL 58, അത് നമ്മുടെ തലശ്ശേരി രജിസ്ട്രേഷൻ. പിന്നൊന്ന് PY03, അത് നമ്മുടെ പോണ്ടിച്ചേരി മാഹി രജിസ്ട്രേഷൻ. ഈ 2 രജിസ്ട്രേഷൻ നമ്പറുള്ള വണ്ടികളുണ്ട് അവിടെ. കാരണം ഇത് മാഹിപ്പെട്ട സ്ഥലങ്ങളാണ്. ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത്, റൈറ്റ് ഭാഗത്ത് കാണുന്നത് കേരളത്തിലെ സ്ഥലങ്ങളാണ് കേട്ടോ. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ. ഇത് പോണ്ടിച്ചേരി സ്റ്റേറ്റാണ്. ഈ ലെഫ്റ്റ് ഭാഗത്താണ്. ഈ റോഡിൻ്റെ 2 ഭാഗത്ത് 2 സംസ്ഥാനമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് പെട്രോൾ പമ്പ്, ബാർ കണ്ടു. ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തിൽ ഇഷ്ടംപോലെ ബാറുകളായി, എല്ലാം ബാറുകളാണ്. അതേപോലെ ലെഫ്റ്റ് ഭാഗത്ത് കുറേ പെട്രോൾ സ്റ്റേഷനും നിങ്ങൾക്ക് കാണാം. ഇത് ചൊക്ലി പഞ്ചായത്ത് ഓഫീസാണ്. അത് ഇതാണ് ഓരോ 1 കിലോമീറ്റർ ആവുന്നുണ്ട്. അതിന് മുമ്പ് പമ്പുകളാണ്. എത്ര പമ്പുണ്ടെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ തന്നെ, ഈ ലൈനിൽ തന്നെ 1 2 3 4 5 1 2 3 4 5 പമ്പ് ഈ ലൈനിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ 2 സ്റ്റേറ്റ് ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ 2 ഭാഗം ഒരു സ്റ്റേറ്റായി മാറും. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്ത് പോണ്ടിച്ചേരിയും റൈറ്റ് ഭാഗത്ത് കേരളമല്ലേ. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2 ഭാഗവും പോണ്ടിച്ചേരി സ്റ്റേറ്റായി മാറും. ആണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിലുള്ള ഒരു നിയമവും ഇവിടെ ബാധകമല്ല ഗൈസ്. ഇത് പോണ്ടിച്ചേരി സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. കേന്ദ്ര ഭരണ പ്രദേശമാണ് ഗൈസ്. അടുത്ത പമ്പ് വന്നു. ഇങ്ങനെ ഒരുപാട് പമ്പുകളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി. അപ്പം പാനൂരിൽ നിന്നും ചൊക്ലി വരെയുള്ള ഈ യാത്രയിൽ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഗൈസ്. താങ്ക് യു.